കിഴക്ക് ദർശനമായ വീട്, അല്ലെങ്കിൽ വടക്ക് ദർശനമായ വീട്, പടിഞ്ഞാറ് ദർശനമായ വീട്, അല്ലെങ്കിൽ തെക്ക് ദർശനമായ വീട്. ഇതൊക്കെ നമ്മുടെ മഹാദിക്കുകളാണ്. മഹാദിക്കുകൾ എന്ന് പറയുമ്പോൾ ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, നോർത്ത്, ഇതൊക്കെ മഹാദിക്കുകളായിട്ട് നമ്മളതിനെ കണക്കാക്കുന്നുണ്ട്. അപ്പം വിധിക്കെന്ന് പറയുന്ന ഒരു രീതിയും കൂടെ ഉണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. കാരണം നമ്മളുടെ പല വീടുകളിൽ ഇപ്പോൾ ഒരാൾ ഫോൺ ചെയ്തിട്ട് പറയുന്നു, സാറേ എൻ്റെ വീടിൻ്റെ വടക്ക് വശത്ത് വടക്കോട്ട് ദർശനമുള്ളൊരു വീടാണ്, വടക്ക് വശത്ത് ഇന്ന കണക്കൊരു സംഭവമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നു, അത് അവർ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കത് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ പറയുന്നത് വീട് വന്ന് നോക്കിയാലേ നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സാറിനൊന്ന് വരാം എന്നാണ്, അത് നമുക്ക് ഇന്ന ദിവസം പറ്റും. അപ്പം ഞാൻ ഡയറി നോക്കുന്നു, ഞാനും വന്ന് ഫ്രീ ആണെങ്കിൽ ആ ദിവസം നമ്മൾ പറഞ്ഞിട്ട് അവിടെ കൺസൾട്ടിങ്ങിന് പോകുന്നു. കൺസൾട്ടിങ്ങിന് പോയി അവിടെ ചെന്ന് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കോമ്പസ് എടുത്ത് വെക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ കോമ്പസ് എടുത്ത് വെക്കുമ്പോൾ ഇവർ വടക്കെന്ന് പറഞ്ഞ വീട് ഒന്നുകിൽ വടക്ക് പടിഞ്ഞാറായിരിക്കും, അല്ലെങ്കിൽ വടക്ക് കിഴക്കായിരിക്കും. അതായത് ദിക്കിലല്ല വിധിക്കിലേക്ക് വീട് മാറിയിട്ടുണ്ട്. അത് ഭൂരിഭാഗം ആൾക്കാർക്കും അതറിയില്ല. അപ്പം നമുക്ക് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം. ഇത് വടക്ക് ദർശനമുള്ളൊരു വീടിൻ്റെ കാര്യമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇത് വടക്കാണ് ഈ വീടിൻ്റെ ദർശനം ഇരിക്കട്ടെ. ഇത് തെക്ക്, ഇത് വടക്ക്, ഇത് കിഴക്ക്, ഇത് പടിഞ്ഞാറ്. അപ്പോൾ തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്, ഇങ്ങനെ വീട് നിൽക്കുന്നത്. ഇപ്പം നമ്മൾ ഇവിടെ കോമ്പസ് കൊണ്ട് വെക്കുമ്പോഴത്തേക്ക്, ഇവിടെ നമ്മൾ വീടിൻ്റെ മധ്യത്തിൽ കോമ്പസ് കൊണ്ട് വെച്ചു. കോമ്പസ് കൊണ്ട് വെക്കുമ്പോഴത്തേക്ക് ഇതേ കണക്ക് തന്നെ ഇതിനകത്ത് നീഡിൽ നിൽക്കുമല്ലേ. നീഡിൽ നിൽക്കുമ്പോൾ സൗത്ത് നിൽക്കുന്നുണ്ട്, നോർത്ത് നിൽക്കുന്നുണ്ട്, 8 ദിക്കുകൾ ഇതിനകത്ത് മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ നിൽക്കും നീഡിൽ. ഇതിനകത്തൊരു നീഡിലുണ്ടല്ലോ, ആ നീഡിൽ ഇങ്ങനെ നിൽക്കും. അതായത് റെഡ് പോയിന്റ് എപ്പോഴും എവിടെ വന്ന് നിൽക്കും? നോർത്തിലോട്ടേ നിൽക്കത്തുള്ളൂ. ചിലതിൻ്റെ ബേസ് കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ഇതിനെ കറക്റ്റ് റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ റെഡിൻ്റെ എന്നിൻ്റെ കറക്റ്റ് മുകളിലേക്ക് ഈ റെഡ് നീഡിൽ കൊണ്ടുവരണം. അങ്ങനെ കറക്റ്റ് സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ടൈം കോമ്പസ് കറക്റ്റായി. ഇപ്പം നമ്മൾ പറഞ്ഞാൽ തെറ്റില്ല. അല്ലാതെ കോമ്പസ് കൊണ്ട് വെച്ച ഉടൻ തന്നെ അത് നോക്കി പറഞ്ഞാൽ തെറ്റും. ഈ നീഡിൽ കറക്റ്റ് എന്നിൻ്റെ മുകളിൽ വന്ന് നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കോമ്പസ് കറക്റ്റാണ്. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് വെച്ചപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ദിക്ക് മനസ്സിലാക്കി, ഇതാണ് നോർത്ത്. പക്ഷേ പല വീടുകളിലും ഇതിങ്ങനെ കൊണ്ടുവയ്ക്കുമ്പോൾ അവർ നോർത്ത് എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മൾ അവിടെ ചെന്ന് കോമ്പസ് വയ്ക്കുമ്പോൾ അതിൻ്റെ വീടിനകത്ത് സ്വീകരണ മുറിയിൽ കൊണ്ടുപോയി കോമ്പസ് വയ്ക്കുന്നു. കോമ്പസ് വയ്ക്കുമ്പം ഇവിടെ സൗത്ത്, ഇത് നോർത്ത്, ഇത് വന്നിട്ട് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. അപ്പം ഇങ്ങനെയാണ് കോമ്പസ് നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ കോമ്പസ് നിൽക്കുകയാണെങ്കിൽ ഈ വീടിൻ്റെ ദർശനം എങ്ങോട്ടാണ്? നോർത്ത് ഈസ്റ്റിലേക്കാണ് അല്ലേ? നോർത്ത് ഈസ്റ്റിലേക്കാണ് ഇതിൻ്റെ ദർശനം. അവർ നമ്മുടെ അടുത്ത് പറഞ്ഞ എന്തെന്നാണ്? ഈസ്റ്റിലേക്കാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളും ഈ റൂമിൻ്റെ അവസ്ഥകളും മൊത്തം തെറ്റിയില്ലേ, ദിക്ക് മാറിയില്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ ദിക്ക് നമ്മൾ എപ്പോഴും വളരെ കറക്റ്റായിട്ട് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ പുതിയ വീട് നമ്മൾ എപ്പോഴും വെച്ചാലും ദിക്കിലെ വീടുകൾ വയ്ക്കാൻ ശ്രമിക്കുക. അതുപോലെ വാങ്ങിക്കുന്നതായാലും ദിക്കിലെ വീടുകൾ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി വടക്ക് ദർശനമായ വീട് നമുക്ക് ഗുണമാണോ ദോഷമാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. നമുക്ക് വടക്കും കിഴക്കും നമ്മുടെ വാസ്തുവിൽ വലിയ പ്രാധാന്യം പറയുന്ന ദിക്കുകളാണ്. അപ്പോഴത്തേക്ക് വടക്കെന്ന് പറയുമ്പോൾ കുബേര ദിക്കാണ്. സമ്പത്ത് അഭിവൃദ്ധി ഉണ്ടാവാൻ ഏറ്റവും നല്ല ദിക്കായിട്ട് വടക്ക് ദിക്കിനെ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ വടക്ക് ദിക്ക് ശരിയായ രീതിയിൽ നമുക്കൊരു വീട് എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നുള്ളത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഇതിനൊക്കെ ഒരുപാട് പ്ലാൻ വരച്ച് കാണിക്കുന്നുണ്ട്. ഈ പ്ലാൻ വരച്ച് കാണിച്ചിട്ട് ആൾക്കാർ എന്ത് ചെയ്യും? യൂട്യൂബിൽ ഞാൻ വരച്ച പ്ലാൻ അല്ലേ, അപ്പോൾ അതിൽ തെറ്റ് വരത്തില്ലല്ലോ എന്ന് കരുതി ഈ പ്ലാൻ ഇതുപോലെ അവർ വീട് വെക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ആ വീടിൻ്റെ ചരിവിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലോ ഈ പറയപ്പെടുന്ന ദിക്കുകളിലെല്ലാം മാറ്റവും വരും. അതുപോലെ തന്നെ നമ്മൾ ഇത് മാത്രമല്ല, ഇതിൻ്റെ ഫ്ലൈങ് സ്റ്റാറും കൂടെ നോക്കിയിട്ടാണ് വീടിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ വടക്ക് ദർശനമായ ഒരു വീട് നമുക്ക് ബേസിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഇത് സൗത്തും നോർത്ത് വെസ്റ്റ് ഈസ്റ്റ്, ഇത് സൗത്ത് ഈസ്റ്റ്, ഇത് സൗത്ത് വെസ്റ്റ്, ഇത് നോർത്ത് വെസ്റ്റ്, ഇത് നോർത്ത് ഈസ്റ്റ്. നമ്മൾ 1 അല്ല 10 അല്ല 1000 പ്ലാനുകൾ വരച്ചാലും ഈ 8 ദിക്കുകൾ മാർക്ക് ചെയ്യാതെ നമുക്കൊന്നും പറയാനോ ചെയ്യാനോ പറ്റില്ല. അപ്പോൾ ചിലർക്ക് എല്ലാത്തിനും ഇങ്ങനെ ദിക്ക് പറഞ്ഞ് നിങ്ങൾക്ക് തന്നെ ഒരു അരോചകമായിട്ട് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ദിക്കില്ലാതെ നമുക്കൊരു കാര്യവും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ റോഡ് ഈ ഭാഗത്താണ്. അപ്പോൾ നമുക്ക് വീട് എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്? വടക്കോട്ട് ഫേസ് ചെയ്യുന്നത്.
ഇനി ഇതിനെ ഫേസിങ്ങും സിറ്റിങ്ങും എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട് ഫെങ്ഷുയിൽ. ഈ വീടിൻ്റെ ഫേസിങ് എങ്ങോട്ടാണ്? നോർത്തിലോട്ടാണ്. അപ്പോൾ സിറ്റിംഗ് സൗത്ത് ആണ്. അപ്പോൾ ഇത് നോർത്ത് ഫേസിങ് വീട് സിറ്റിംഗ് സൗത്ത് ആണ്. ഇങ്ങനെ അതിനൊരു കണക്ക് പറയുന്നുണ്ട്. അതിൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് പല പ്രോഗ്രാമിലായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മൾ ഇതിനകത്ത് റൂം പണിയുന്നതാണ്. ആദ്യം നമുക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്കിവിടെ ഒരു ബെഡ്റൂം പണിയാം. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇവിടെ നമുക്കൊരു മാസ്റ്റർ ബെഡ്റൂം. ഇത് ഫ്ലൈങ് സ്റ്റാർ എന്നല്ല, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു തിയറി വെച്ചിട്ട് പറയുകയാണ്. അടുത്തത് നമുക്ക് ഇവിടെ വന്നിട്ട് തെക്ക് കിഴക്ക് ഭാഗത്ത് ഇവിടെ നമുക്കൊരു കിച്ചൺ. ഇതല്ലേ ഈ കിച്ചണിൽ നമുക്ക് ഇവിടെ ഇങ്ങനൊരു സ്ലാബ് പണിഞ്ഞിട്ട് ഇവിടെ നമുക്ക് സിങ്ക് കൊടുക്കാം, ഇവിടെ സ്റ്റൗവും കൊടുക്കാം. അപ്പോൾ എന്തായി? ഇവിടെ നമുക്ക് ഒരു ഡൈനിങ് ഹാള് കൊടുക്കാം. അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത് കന്നിമൂല ഭാഗത്ത് എന്ത് വന്നു? മാസ്റ്റർ ബെഡ്റൂം വന്നു. അഗ്നികോണിൽ എന്ത് വന്നു? അഗ്നികോണിൽ കിച്ചൺ വന്നു. അടുത്തത് ഈശാനകോണ്. ഈശാനകോണിൽ നമ്മൾ എന്ത് കൊടുത്തു? ലിവിങ് റൂം കൊടുത്തു. ഒരു സിറ്റ് ഔട്ട് ഇവിടെ കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ ഭാഗത്ത് ഒരു ലിവിങ് റൂം എടുത്തു. ഇത് ലിവിങ് റൂം. ഇതിൻ്റെ മെയിൻ ഡോർ എവിടെ കൊടുത്തു? വടക്ക് കിഴക്ക് ഭാഗത്ത് കൊടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഈ അടുക്കളയ്ക്ക് വന്നപ്പോൾ നമ്മൾ എന്ത് നോക്കി? അടുക്കളയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് സിങ്ക് വെച്ചു, തെക്ക് കിഴക്ക് ഭാഗത്ത് സ്റ്റൗവും വെച്ചു. ഇനി നമുക്ക് ഈ അടുക്കളയിലേക്ക് കയറണം. അതിന് ഡോർ എവിടെ കൊടുക്കാം? ഇവിടെ കൊടുക്കാം. അതായത് ഈ അടുക്കളയുടെ ഉച്ചത്തിലാണ് ആ ഡോർ കൊടുക്കുന്നത്. എല്ലാ വീട്ടിലും ഇത് ഇത്രയും കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കണമെന്നില്ല. കാരണം മറ്റ് ചില കാരണങ്ങളാൽ ഇതൊക്കെ നമുക്ക് ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. പക്ഷേ മെയിൻ ഡോറും പുറത്തേക്കുള്ള ഡോറൊക്കെ നമ്മൾ കറക്റ്റ് കൊടുക്കുക തന്നെ വേണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ കൊടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ വടക്ക് പടിഞ്ഞാറിൻ്റെ പടിഞ്ഞാറിലാണ് കിച്ചണിലേക്ക് കയറുന്നത്. ഇതാണെങ്കിലോ വടക്കിൽ നിന്നാണ് മെയിൻ ഡോർ കയറുന്നത്. ഓക്കെ. അടുത്തത് ഇവിടെ നമുക്കൊരു ഡൈനിങ് ഹാൾ കൊടുത്തു. അടുത്തത് ഈ ബെഡ്റൂമിലേക്ക് നമുക്ക് കയറാൻ എവിടെ നിന്ന് കയറാം? ഈ വടക്ക് കിഴക്ക് നിന്ന് നമുക്ക് കയറാം. അതല്ലെങ്കിൽ ഇവിടെ നിന്ന് വേണമെങ്കിലും കയറാം. അത് നമ്മുടെ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്ഥലവും ഉച്ചത്തിലാണ് നിൽക്കുന്നത്, നമ്മുടെ സൗകര്യം പോലെ കയറാം. ഇനി നമുക്കൊരു ടോയ്ലറ്റ് ഇവിടെ പണിയണം. ടോയ്ലറ്റ് പണിയണമെന്നുണ്ടെങ്കിൽ ഈ സൂത്രം വിട്ടിട്ട് ഈ ഭാഗത്തായിട്ട് നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു ടോയ്ലറ്റ് പണിയാം. ഈ വീടിന് യഥാർത്ഥത്തിൽ യമസൂത്രത്തിനാണ് പ്രാധാന്യം കൂടുതൽ നിൽക്കുന്നത്. ബ്രഹ്മസൂത്രം കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലൈൻ ഇവിടെ ജനൽ കൊടുത്തുകൊണ്ട് ഇതിനെ ഇങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സൂത്രം കടന്നു പോകാം. ഇവിടെ നമുക്ക് ഇങ്ങനെ സൂത്രം കടന്നു പോകും. ഓക്കെ. അടുത്തത് വടക്ക് പടിഞ്ഞാറ് ഒരു സ്ഥാനം ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് ഒരു ബെഡ്റൂം കൂടെ പണിയാം. ഒരു ബെഡ്റൂം കൂടെ നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പണിയാം. അതിന് നമുക്കൊരു ടോയ്ലറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എവിടെ കൊടുക്കാം? ഈ പടിഞ്ഞാറിൽ തന്നെ കൊടുക്കാം. ആ സൂത്രം ഒന്ന് വിട്ടിട്ട് ചെയ്യാം. ഇനി ഇപ്പോൾ എല്ലാവരും ഈ ഫാമിലി ലിവിങ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഏരിയ ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇതൊരു ഫാമിലി ലിവിങ് ആയിട്ടോ ഒരു സ്റ്റഡി ഏരിയ ആയിട്ടോ കൊടുക്കാം. ഈ വടക്ക് വശത്തെ സ്റ്റഡി റൂം വയ്ക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം അത് നമുക്ക് അവിടെ കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു? ഒന്ന്, വീട് സ്ക്വയർ ഷേപ്പിൽ കൊണ്ടുവന്നു. എന്നിട്ട് കന്നിമൂല ഭാഗത്ത് നമ്മൾ മാസ്റ്റർ ബെഡ്റൂം കൊടുത്തു. വടക്ക് പടിഞ്ഞാറ് വായു കോണിൽ നമ്മൾ കുട്ടികൾക്കായിട്ടുള്ള ഒരു ബെഡ്റൂമും അവിടെയും കൊടുത്തു. ഇതിൻ്റെ രണ്ടിൻ്റെയും പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമ്മൾ 2 അറ്റാച്ച്ഡ് ടോയ്ലറ്റുകൾ കൊടുത്തു. ഇതിൽ ടോയ്ലറ്റിൽ ക്ലോസറ്റ് നമ്മൾ ഒന്നുകിൽ വടക്കോട്ട് നോക്കിയിരിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ തെക്കോട്ട് നോക്കിയിരിക്കുന്ന രീതിയിലോ ക്ലോസറ്റ് ഫിറ്റ് ചെയ്യണം. സൂത്രം 2 നമ്മൾ ഒഴിവാക്കി. അത് കഴിഞ്ഞിട്ട് ഈശാന കോണിൽ പ്രധാന ഡോറ് കൊടുത്തു. അത് അഗ്നികോണിൽ കിച്ചണും കൊടുത്തു, തെക്ക് വശത്ത് ഡൈനിങ് ഹാളും കൊടുത്തു. ഈ വീടിനെ നമ്മൾ ഇങ്ങനെ എടുത്തു. ഇനി പുറമേ നമുക്ക് എന്ത് ശ്രദ്ധിക്കാനുണ്ട്? പുറമേ നമുക്ക് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇതിൽ ഗേറ്റ് നമുക്ക് വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന് തന്നെ ഗേറ്റ് കൊടുക്കാം. അടുത്തത് സെപ്റ്റി ടാങ്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തിൻ്റെ വടക്കിൽ സെപ്റ്റി ടാങ്ക് കൊടുക്കാം. ഈ കോടി കയറാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് അടുത്തത് കന്നിമൂല ഭാഗം നമ്മൾ ഉയർത്തി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇന്നൊരു വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി കൊടുക്കണമെങ്കിലും ഈ ഭാഗത്ത് തന്നെ കൊടുക്കുന്നതാണ് നല്ലത്, വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി. ഇനി കിണർ നമുക്ക് ഈ കോടി കയറാത്ത രീതിയിൽ ഇങ്ങനെയോ കോടി കയറാത്ത രീതിയിൽ ഈ ഭാഗത്ത് കിണർ കൊടുക്കാം. അപ്പോൾ ഇത്രയാവുമ്പോഴത്തേക്ക് ഏകദേശം നല്ല വാസ്തുപരമായിട്ടുള്ളൊരു വീട് നമുക്ക് ഇവിടെ കിട്ടി. ഇതിൽ നമുക്ക് ഫെങ്ഷും കൂടെ
ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഫ്ലൈങ് സ്റ്റാർ എടുക്കണം. ഈ പ്ലാൻ എടുത്തിട്ട് ഇതിൻ്റെ ഫ്ലൈങ് സ്റ്റാർ എടുക്കണം. എന്നിട്ട് ഇതിനെ നമ്മൾ കറക്റ്റ് 9 തിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഈ മെയിൻ ഡോറ് അവിടെ നിന്ന് മാറി ഇവിടെ ചിലപ്പം വെക്കേണ്ട ഒരു അവസ്ഥ വരും. കാരണം നോർത്ത് ഈസ്റ്റ് വിട്ടിട്ട് നോർത്ത് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് ചിലപ്പോൾ നല്ല ഫ്ലൈങ് സ്റ്റാർ നമ്പർ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഇവിടെ വെക്കേണ്ടി വരും. അത് ഓരോ വീടിനും വ്യത്യസ്തമായിരിക്കും. അതനുസരിച്ച് നമ്മൾ ചെയ്യണം. ഇനി ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ അഡ്വാൻസ് ആയിട്ടൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഓരോ 20 വർഷങ്ങൾ കൂടുമ്പോഴും പ്രകൃതിക്കൊരു മാറ്റം ഉണ്ടാവുമെന്നാണ് ഫെങ്ഷുയിൽ പറയുന്നത്. അതിന് ഓരോ കാലഘട്ടങ്ങളും കൃത്യമായും പറയുന്നുണ്ട്. ഓരോ 20 വർഷങ്ങൾ കൂടുമ്പം പ്രകൃതിക്ക് ഒരു മാറ്റം ഉണ്ടാവും. അതനുസരിച്ചിട്ട് എനർജിക്ക് ഒരു ചേഞ്ച് ഉണ്ടാവും. അതനുസരിച്ചിട്ട് നമ്മുടെ ഫ്ലൈങ് സ്റ്റാറിൻ്റെ കണക്കെടുക്കുന്നതിലും കുറേ വ്യത്യാസങ്ങളുണ്ട്. ആ സ്റ്റാറുകളൊക്കെ ഒന്ന് ചേഞ്ച് ആവും. വെച്ചുപോയ വീട്ടിനല്ല, പുതിയ വീടുകളുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഫ്ലൈങ് സ്റ്റാർ നമ്പർ ആർക്കെങ്കിലും ഞാൻ എഴുതി തന്നിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷമാകുമ്പോൾ ഫ്ലൈങ് സ്റ്റാർ നമ്പർ മാറൂല, ആനുവൽ സ്റ്റാർ നമ്പറേ മാറത്തുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ 1984 മുതൽ 2004 വരെയുള്ള 20 കാലഘട്ടം പീരീഡ് 7 ആയിരുന്നു. ഇതിന് കൃത്യമായ ഡേറ്റും ഉണ്ട് കേട്ടോ. 2000 ഫെബ്രുവരിയിലാണ് ചേഞ്ച്. 2004 മുതൽ 2024 വരെ പീരീഡ് 8 എന്ന് പറയുന്ന കാലഘട്ടം. ഇപ്പം ഞാനൊരു വീട് പോയി കണക്കെടുക്കുന്നു. എൻ്റെ ഫ്ലൈങ് സ്റ്റാർ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ ചോദിക്കും, നിങ്ങൾ എപ്പോഴാണ് വീട് വെച്ചത്? എൻ്റെ വീട് വെച്ചത് സാറേ 2010 ഓക്കെ, നിങ്ങളുടെ വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ 8 പീരീഡാണ്. അപ്പോൾ 8 എന്നുള്ളൊരു കണക്കെടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ നമ്മളൊരു ഫ്ലൈങ് സ്റ്റാർ നമ്പർ എടുക്കുമ്പോൾ ഇങ്ങനെ 9 കളങ്ങളാക്കി തിരിക്കും. കളങ്ങളാക്കി തിരിച്ചിട്ട് ഇവർ വീട് വെച്ചത് എപ്പോഴെന്ന് ചോദിക്കും. വീട് വെച്ചത് പറയുന്ന ടൈം 2010. അപ്പോൾ 2004 2024 വെച്ച് ഏത് ടൈം, അപ്പോൾ അതിനകത്താണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ പീരീഡ് 8 ഇവിടെ. വേറൊരു വീട് പോയി നോക്കി, എപ്പോഴാണ് വീട് വെച്ചാക്കുന്നത്? സാറേ ഞാൻ എൻ്റെ വീട് വെച്ചാക്കുന്നത് 2000 ഓക്കെ, 2000 വെച്ച പീരീഡ് 7. അപ്പോൾ ഈ സെൻറ്ററിൽ 8 എന്ന് എഴുതി എൻ്റെ കണക്കെടുക്കുന്നത്, ഞാൻ ആ വീട്ടിൻ്റെ കണക്കെടുക്കുമ്പോൾ 8 എഴുതുന്നത്? അല്ല, അവിടെ 7 എഴുതും. കാരണം 7th പീരീഡിലാണ് ആ വീട് വെച്ചിരിക്കുന്നത്. 2024 മാർച്ച് 10 ഞാനൊരു വീട്ടിൽ ചെന്നു. നിങ്ങൾ എന്നാ വീട് വെച്ചത്? സാറേ ഞാൻ 2024 ഫെബ്രുവരി 25 താമസമായത്. അപ്പോൾ ഞാൻ എടുക്കുന്ന കണക്ക് ഏതാണ്? 7 മാറി 8 മാറി, പീരീഡ് 9 കാലഘട്ടം മാറി. അപ്പം ഈ 9th പീരീഡ് എന്നും പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഓരോ 20 വർഷങ്ങൾ കൂടുമ്പോഴും നമ്മുടെ ഫ്ലൈങ് സ്റ്റാർ എടുക്കുന്ന നമ്പേഴ്സിൻ്റെ ആ ഒരു കണക്കിൽ വ്യത്യാസം ഉണ്ടാവും. നിങ്ങളുടെ വീട്ടിൽ വന്ന് കൺസൾട്ട് ചെയ്തെങ്കിൽ നിങ്ങളുടെ ഫ്ലൈങ് സ്റ്റാർ മാറില്ല. പുതിയ വീടുകളെ സംബന്ധിച്ചിടത്തോളമാണ് പറയുന്നത്. ഇതിൻ്റെ പേര് ട്രാവലിംഗ് ബുദ്ധി എന്നാണ്. ഇത് നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ തരുന്ന ബുദ്ധിയാണ്. ഇപ്പം നമ്മൾ കൺസൾട്ട്, ഇപ്പോൾ ചില വീടുകളിൽ ചെന്നിട്ട് അവിടുത്തെ ടൂൾസുകളെല്ലാം കൂടെ വെച്ചിട്ട് ആ വീടിൻ്റെ വാസ്തു കറക്റ്റ് ചെയ്യാനുള്ള പുളിച്ചു പണിയൊന്നും ഇല്ലാതെ വാസ്തു കറക്റ്റ് ചെയ്യാൻ എന്തൊക്കെ ടൂൾസ് വേണമെന്ന് വെച്ചാൽ ആ ടൂളുകളെല്ലാം കൂടെ വെച്ചുകൊണ്ട് നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ വീടുകൾക്കും ഈ ട്രാവലിംഗ് ബുദ്ധിയാണ് ഭൂരിഭാഗം വീടുകളിലേക്കും നമ്മളിത് വെക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രാവലിംഗ് ബുദ്ധി വയ്ക്കാം. ഇത് നമുക്ക് വീട്ടിലെപ്പോഴും ഒരു സന്തോഷം നിലനിൽക്കാനും ഒത്തിരി സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ഇത് സഹായിക്കും. അടുത്തത്, നമുക്ക് എന്തിനും ഒരു പേരും പ്രശസ്തി, ഒരു വിജയം ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വിക്ടറി ഹോഴ്സിനെ വെക്കാം. ഇതെവിടെ വെക്കുന്നത്? സൗത്തിലാണ് വെക്കുന്നത്. നമ്മളിലേക്ക് ശരിക്ക് സമ്പത്ത് വരാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരത്തിലുള്ള ഒരു 3 ലെഗ്ഡ് ഫ്രോഗിനെ വെക്കാം. ഫ്രോഗിനെ എപ്പോഴും നമ്മൾ വെച്ചാലും അതിൻ്റെ ചുണ്ടിൽ ഇത്തരത്തിലുള്ള ഒരു ചൈനീസ് നാണയം വെക്കണം. ഇതിന് 2 സൈഡുകളാണുള്ളത്. ഇതിനെ യാങ് സൈഡ് എന്നും, അതായത് 4 ചൈനീസ് ലെറ്റർ വരുന്ന സ്ഥലത്തിനെ യാങ് സൈഡ് എന്നും മറു സൈഡിനെ ഇൻ സൈഡ് എന്നും പറയും. അപ്പോൾ യാങ് സൈഡ് വേണം മുകളിലോട്ട് വരാനായിട്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അതിനെ വെക്കാവുന്നതാണ്. അതുപോലെ 4 ദിക്കുകൾ 4 സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് വിശ്വാസം. അപ്പോൾ അതിന് കിഴക്ക് ഭാഗത്ത് ഒരു പച്ച ഡ്രാഗണെ വെക്കാവുന്നതാണ്. നമുക്ക് കിഴക്ക് ഭാഗത്ത് ഒരു പച്ച ഡ്രാഗണെ വെക്കാം. സ്വീകരണമുറിക്കാണ് ഞാൻ പറയുന്നത്. സ്വീകരണമുറിയുടെ തെക്ക് വശത്ത് ഒരു ഫീനിക്സ് ബേർഡിനെ വെക്കാം. അതുപോലെ സ്വീകരണമുറിയുടെ വടക്ക് വശത്ത് നമുക്കൊരു ആമയെ വെക്കാം. സ്വീകരണമുറിയുടെ പടിഞ്ഞാറ് വശത്ത് ഒരു വെള്ള കടുവയുടെ ഇത് വെക്കാം. അങ്ങനെ 4 ദിക്കുകൾ 4 സ്വർഗീയ മൃഗങ്ങളാൽ നമുക്ക് സംരക്ഷിക്കപ്പെടുന്നതാണ്.